ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന് കീഴിൽ ഏകദേശം 277ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. മിനിമം 10ാം ക്ലാസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കും അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കായാലും എയർ ഇന്ത്യക്ക് കീഴിലുള്ള എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന്റെ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്താന്ന് നോക്കാം. എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി എയർ ഇന്ത്യക്ക് കീഴിലുള്ള എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത്. അപ്പോൾ നല്ല ശമ്പളത്തിൽ ഒരു എയർപോർട്ട് ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇത് അപേക്ഷ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഓൺലൈനായിട്ട് ആദ്യം നിങ്ങളുടെ മെയിൽ വഴി ഇതിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത് മെയിൽ വഴി അയക്കാണ് വേണ്ടത്. അപ്പോൾ അപേക്ഷാ ഫീസൊക്കെ ഇതിൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് മാത്രം കൊടുത്താൽ മതി, അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതാണ്. ഇതിലൊരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ടെർമിനൽ മാനേജർ, ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, ഡ്യൂട്ടി ഓഫീസർ റാമ്പ് 2 വേക്കൻസി, ഓഫീസർ അഡ്മിൻ 1 വേക്കൻസി, ഓഫീസർ ഫിനാൻസ് 1 വേക്കൻസി, ജൂനിയർ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ 2 വേക്കൻസി, അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് പാക്സ് 8 വേക്കൻസി, സീനിയർ കസ്റ്റമർ ഏജന്റ്, ജൂനിയർ കസ്റ്റമർ ഏജന്റ് എന്നീ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 39ഓളം വേക്കൻസി, റാമ്പ് സർവീസ് ഏജന്റ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ തസ്തികയിലേക്ക് 24 വേക്കൻസി, ഹാൻഡിമാൻ 177 വേക്കൻസിയുമായി മൊത്തം ഏകദേശം 270ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് എയർ ഇന്ത്യ അപേക്ഷ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും മറ്റുള്ളതും ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. പിന്നെ ഇത് ഗവൺമെന്റ് ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അത് റെഗുലറായിട്ട് പഠിച്ച ഗ്രാജുവേഷനാണ് വേണ്ടത്. അതുപോലെ അതുമായി സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 60,000 രൂപയായിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ ലഭിക്കുന്നത്. ഇത് 55 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡ്യൂട്ടി ഓഫീസർ റാമ്പാണ്. അതിലേക്കും ഗ്രാജുവേഷനാണ്, അതിലേക്കും എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. 32,200 ആയിരിക്കും ശമ്പളം ലഭിക്കുക. 50 വയസ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. പിന്നീട് ജൂനിയർ എക്സിക്യൂട്ടീവ് പാക്സ്, അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷനാണ്, അതിലേക്കും എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 25,300 ആയിരിക്കും ശമ്പളം ലഭിക്കുന്നത്. ഏജ് 35 വയസ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സീനിയർ കസ്റ്റമർ ഏജന്റ് വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. 20,790 ശമ്പളം. ജനറൽ 30 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് കസ്റ്റമർ ഏജന്റ് പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക, അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് എയർപോർട്ട് കോഴ്സുകൾ പഠിച്ച ആൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 19,350 ശമ്പളം ലഭിക്കുക. പിന്നെ ജൂനിയർ കസ്റ്റമർ ഏജന്റ്, അതിലേക്ക് +2 + 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് 16,530 വരെ ശമ്പളം ലഭിക്കും. പിന്നെ യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റിലേക്ക് SSLC ഓർ 10th സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കും. 16,530 ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശമ്പളം. അതിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണം. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികയിലേക്ക് SSC ഓർ 10th പാസ് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും. 14,610 ശമ്പളം. 28 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ആണെങ്കിൽ ഫുൾ ടൈം ബാച്ചിലർ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ ഓർ പ്രൊഡക്ഷൻ തുടങ്ങിയ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി. 25,300 ശമ്പളം ലഭിക്കുക. റാമ്പ് സർവീസ് ഏജന്റ് ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. 19,350 ആയിരിക്കും ശമ്പളം. പിന്നെ ഓഫീസർ അഡ്മിൻ പോസ്റ്റിലേക്ക് MBA ഓർ ഈക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ HR ഓർ പേഴ്സണൽ മാനേജ്മെന്റ് കോഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് 41,000 വരെ ശമ്പളമുണ്ട്. പിന്നെ ഓഫീസർ ഫിനാൻസ് വിഭാഗത്തിലേക്ക് ഇന്റർ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ MBA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 41,000 ആയിരിക്കും അതിലേക്ക് ശമ്പളം.
30 വയസ്സിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഏജ് ലിമിറ്റും പറയുന്നത്. അതുപോലെ ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളൊക്കെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് 21/3/2022 വരെ അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മെയിൽ വഴി അപേക്ഷിക്കാം. മെയിൽ വഴി അപേക്ഷിക്കേണ്ട മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടതില്ല. നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂ സമയത്ത് മാത്രം ആപ്ലിക്കേഷൻ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുന്നതിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.